ഇന്ന് രാവിലെ തന്നെ കൃഷിപ്പണികൾ ആരംഭിച്ചേ. ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നല്ലൊരു പാളയത്തോളം വാഴക്കൊല വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം മൂപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും പെസഹായൊക്കെ ആകുമ്പോഴത്തേക്കും പഴുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാളയത്തോളം മാത്രമല്ല, നമുക്ക് ചെറിയ രീതിയിൽ ഞങ്ങൾ ഏത്തവാഴ കൃഷിയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കൊമേഴ്ഷ്യലി നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം കുട്ടികൾക്ക് കൊടുക്കാനും നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. വീടിൻ്റെ പരിസരത്തൊക്കെ കുറേ രീതിയിൽ ഇതുപോലെ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുകൂടി ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ പച്ചക്കറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പച്ചക്കറികൾ നമ്മളിപ്പം പാവൽ മാത്രം നട്ടിട്ടുള്ളത്. ബാക്കി തക്കാളി തൈയും അതുപോലെ തന്നെ നമ്മുടെ മുളക് തൈ എല്ലാം ഓൾറെഡി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഇവിടുത്തെ കൃഷിക്ക് നമ്മുടെ സുന്ദരിക്കോഴിയും കുഞ്ഞും കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത്, ഇത് കുറേ വാഴ വിത്തുകൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത്തവാഴ വിത്താണിത്. അപ്പോൾ റോബസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റോബസ്റ്റൊക്കെ ഓൾറെഡി നട്ടു. അപ്പോൾ ഈ വിത്തുകളെല്ലാം ഇന്നിപ്പോൾ വീടിൻ്റെ പരിസരത്തെല്ലാം നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഓരോ കുഴികളെടുത്തിട്ട് വാഴ വിത്ത് നമ്മൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മെയിൻ പരിപാടി ബിസിനസ് ആണെങ്കിൽ കൂടിയും അതിൻ്റെ ഇടവേളയിൽ കിട്ടുന്ന ഇതുപോലെ സമയങ്ങളിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ഇതുപോലെ കൃഷികൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓരോ കുഴികൾ നമ്മൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇനിയിപ്പം വിത്ത് നടാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് കുഴികളിപ്പം നമ്മൾ എടുക്കുന്നുള്ളൂ. അതിനുശേഷം നേരെ വിത്ത് വെക്കുവാണ്. അപ്പോൾ ഇത് വളർന്നു വരുന്ന സമയത്തേക്ക് പിന്നെ നമുക്ക് ബാക്കി വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഓരോ വിത്തും ഇപ്പോൾ ചെയ്തു. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയാകാറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മണ്ണൊക്കെ നിറച്ച് നല്ല ചവിട്ടി ഉറപ്പിച്ച് വിത്തുകളെല്ലാം എല്ലാം തന്നെ ഇപ്പം നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പണികളൊക്കെ ചെയ്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ മടുത്തേ. അപ്പം വിശപ്പിൻ്റെ വിളകളൊക്കെ ഓൾറെഡി തുടങ്ങി. അപ്പം ചോറൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പം താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസത്തിനാണ് ഇതാ നല്ല എരിവുള്ള മിക്സ്ചർ, അതുപോലെ തന്നെ കട്ടൻ കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ്ചർ നമ്മുടെ യൂണിറ്റിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മിക്സ്ചറാണിത്. അപ്പോൾ ഈ കട്ടൻ കാപ്പിക്ക് ഇതേപോലെ മിക്സ്ചറൊക്കെ ഇട്ട് കഴിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ജസ്റ്റ് ഒരു ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കണം. ചോറൊക്കെ ഉണ്ടതിന് ശേഷം കുറച്ച് വിശ്രമിച്ച് അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ, സീ യു.